എവരിവൺ, ഇന്നത്തെ ട്യൂട്ടോറിയൽ ഈ ഒരു ക്രിസ്മസ് ബോൾ ആണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് ഗ്രീൻ അക്രിലിക് ആണ്. അതുപോലെ പോളിഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 4mm ഹുക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസ് ആയിരിക്കും. ഈ ഒരു കുറച്ച് തിക്കായിട്ടുള്ള യാണായ കാരണം നിങ്ങൾ ചെറിയ കോട്ടൺ യാണുകളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൈസ് കുറച്ച് ചെറുതായിരിക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗിലോട്ട് നമ്മളെപ്പോഴും മാജിക് റിംഗിലോട്ട് 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ 5 എണ്ണം കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റിംഗ് ക്ലോസ് ചെയ്യാം. നല്ല ടൈറ്റ്ലി ക്ലോസ് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസിംഗ് ആണ്. അതായത് ഓരോ സ്റ്റിച്ചിലും 2 വീതം സിംഗിൾ ക്രോഷേ ചെയ്യാം. നമുക്ക് 6 സ്റ്റിച്ച് ഉണ്ട്. 6 സ്റ്റിച്ചിലും 2 വീതം സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പൊ ടോട്ടൽ 12 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിനും കൂടി ആഡ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആവും. സോ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഇൻക്രീസ് ചെയ്യാം. അതായത് രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ 6 തവണ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് കിട്ടും. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ 3rd റൗണ്ട് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് 2 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാൻ 2 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ, 3rd സ്റ്റിച്ചിലെത്തുമ്പോൾ ഇൻക്രീസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ ആ ഒരു സ്റ്റിച്ചിൽ ചെയ്യാം. ഇങ്ങനെ നമ്മൾ 6 തവണ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് കിട്ടും. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 3 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത് ഒരു സിംഗിൾ ക്രോഷേ, മൂന്നാമത് ഒരു സിംഗിൾ ക്രോഷേ, 4ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 4ാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, 3rd വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, ദെൻ 4th സ്റ്റിച്ച് എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ 6 തവണ ചെയ്യുമ്പോൾ
നമുക്ക് ടോട്ടൽ 13 സ്റ്റിച്ചസ് 30 സ്റ്റിച്ചസ് കിട്ടും. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത 13 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുന്നതാണ്. 30 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ഓരോന്നിലും ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. ഈ ഒരു റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കളർ ചേഞ്ച് കൊണ്ടുവരികയാണ്. ഞാനിവിടെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. കളർ ചേഞ്ച് കൊണ്ടുവന്നതിന് ശേഷം സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 13 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. അങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ 1 മറക്കാതെ ചെയ്യുകയും വേണം. സോ 2 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ യാൺ വെച്ചിട്ട്. ഇനി നമുക്ക് പിങ്ക് കളർ യാണ് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എഗെയിൻ സെയിം തന്നെ 13 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു കൊടുക്കാം 2 റൗണ്ട് കൂടി. അങ്ങനെ ടോട്ടൽ നമ്മൾ 5 റൗണ്ടാണ് ഇവിടെ 13 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. അതിൽ 2 റൗണ്ടാണ് നമ്മൾ കളർ ചേഞ്ച് കൊണ്ടുവന്നത്. ദെൻ എഗെയിൻ 2 റൗണ്ടും കൂടി നമ്മൾ പിങ്ക് കളർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ 30 സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ളത് നമുക്ക് ഡിക്രീസിങ് സ്റ്റെപ്പുകളാണ്. സോ 2 റൗണ്ടും കൂടി കഴിഞ്ഞു. നമുക്കിനി ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതിനുശേഷം ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാം. ഇൻവിസിബിൾ ഡിക്രീസ് എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. അതേ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു, 3rd സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. അതിനുശേഷം ഇൻവിസിബിളി ഡിക്രീസ് ചെയ്യാം. അതായത് നമ്മൾ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കാം, അടുത്ത സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കാം, ദെൻ യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്തെടുക്കാം. അങ്ങനെ 6 തവണ റിപ്പീറ്റ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഡിക്രീസിങ്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷേ, ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അതിനുശേഷം ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് അങ്ങനെ 6 തവണ ചെയ്യാം. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ 1 കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോവാണ്. പോളിഫൈബർ നമുക്ക് ആ ഷേപ്പ് അനുസരിച്ചിട്ട്, ഷേപ്പ് കിട്ടുന്ന ബോളിൻ്റെ ഷേപ്പ് വരുന്നത് പോലെ അത്രയും രീതിയിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് പോളിഫൈബർ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഇൻവിസിബിൾ ഡിക്രീസ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു കൊടുക്കാം, ദെൻ ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്തു കൊടുക്കാം. അങ്ങനെ 6 തവണ റിപ്പീറ്റ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ചെയിൻ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ കുറച്ചും കൂടി സ്റ്റഫിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യുകയാണ്. 6 തവണ ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ചെയിൻ 1 കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബോളിന്റെ ഒരു ഷേപ്പ് ഹൈറ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പിൽ നിന്ന് മാത്രമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമ്മൾ 6 തവണ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോളിൻ്റെത് കംപ്ലീറ്റ് ആവും. ദെൻ ഹാങ്ങിങ് എത്ര വേണം അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇത് നീഡിൽ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയി കഴിയും.